ഹലോ, ഇന്ന് പെസഹ വ്യാഴം. വിശുദ്ധമായ പെസഹ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തലേ ദിവസം കുതിർത്ത 1 കപ്പ് പച്ചരി, 1/4 കപ്പ് വറുത്ത ഉഴുന്ന്, ഇത് രണ്ടും നന്നായിട്ട് നരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഇതിത്തിരി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. ഇനി ഒരു സ്റ്റീമർ ചൂടാക്കി ഒരു പാത്രത്തിൽ നല്ലപോലെ വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം ഈ കൂട്ട് 1 ഇഞ്ച് കനത്തിൽ ഒഴിച്ച് ഒരു കുരുത്തോല വെച്ചൊരു കുരിശം വെച്ച് അരമണിക്കൂർ സ്റ്റീം ചെയ്യുമ്പോഴേക്കും നമ്മുടെ പെസഹ അപ്പം റെഡിയായി കിട്ടും. ഇനി പാലിന് വേണ്ടി 1 കപ്പ് ശർക്കരപ്പാനിയിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകി കിട്ടുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ വീതം ചുക്കുപൊടി, ഏലക്കാപ്പൊടി, പിന്നെ 1 നുള്ളുപ്പ് ഇതോട് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യണം. ഇനി കുറുകിയ തേങ്ങാപ്പാൽ 1/2 കപ്പും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പാല് റെഡിയാണ്. ഈ പെസഹ അപ്പവും പാലും ശരിക്കും പെസഹ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അത്രത്തോളം വിശുദ്ധമായിട്ടാണ് ഇതിനെ കരുതാറുള്ളത്. അപ്പോൾ ഈ പെസഹ ദിനത്തിൽ ഒന്നുണ്ടാക്കി നോക്കുക. ആശംസകൾ. താങ്ക് യു.